IPL El Clasico, epic rivalry. Chennai Super Kings versus Mumbai Indians. അയ്യേ നാണക്കേട്, നാണം കെട്ട തോൽവി പറഞ്ഞാൽ നാണം കെട്ട തോൽവിക്ക് നാണക്കേട്. തൂറി തോറ്റു. 120 ബോളില് 120 റൺ എടുക്കാൻ വയ്യ, 103 റണ്ണിനൊക്കെ തോറ്റു പറഞ്ഞ. അയ്യേ, ഈ സീസണില് മുംബൈ ഇന്ത്യൻസിന് പറ്റിയ പേര് MI വാഴത്തോട്ടം എന്നാണ്. 207 ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ ഒരുവിധം എല്ലാ ഫാൻസും വിചാരിച്ചു വെട്ടിക്കെട്ടായിരിക്കുന്നു. ടെസ്റ്റ് പറഞ്ഞ 36 ബോളിൽ 36 റൺ എടുത്ത KKRനെ ട്രോൾ ചെയ്ത ടീംസ് ആണ് 28 റണ്ണാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നല്ല ഭാവിയുണ്ട്. ഈ IPL ഒക്കെ നിർത്തി വല്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പോക്കോ, അതാണ് നല്ലത്. ഇവരുടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ, ഓറ ഫാമർ. മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിച്ചിട്ട് കോൺഫിഡൻസ് കൊടുക്കുന്ന ഓറ ഫാമർ. പട്ടി ഷോ മാത്രമേ ഉള്ളൂ. ഓറ ഫാമർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓറ ഫാമർ വാഴക്കൃഷി ചെയ്യുന്നു. ബാറ്റ് ചെയ്യില്ല, ബോൾ ചെയ്യില്ല. 2 ഓവറിൽ 38 റൺ കൊടുത്തിട്ടുണ്ട്. ആ 38 റൺ എടുക്കാൻ വയ്യ. ക്യാപ്റ്റൻസി വട്ടപ്പൂജ്. എന്നാൽ ആറ്റിറ്റ്യൂഡിന് ഒരു കുറവുമില്ല. സഞ്ജു സാംസൺ ഫ്രം 0 to hero. ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇപ്പൊ ട്രസ്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓൺലി ട്രസ്റ്റബിൾ ഗായ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ സഞ്ജു സാംസൺ ആണ്. ബാറ്റിംഗിൽ വേറെ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സഞ്ജു കളിച്ചാൽ ടീം ജയിക്കും, അതാണ് അവസ്ഥ. 0 ആയിരുന്നു ആള് ചെന്നൈയിൽ വന്ന സമയത്ത്. അത്രയും ട്രോൾ ചെയ്യേണ്ട ആളെ ഇൻക്ലൂഡിങ് മീ. പക്ഷെ ഇപ്പൊ ആളാണ് ഹീറോ. യു ആർ ദ ഹീറോ, വൺ ആൻഡ് ഓൺലി ഹീറോ. സഞ്ജു ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഋതുരാജിന്റെ ഇന്റന്റ് ഇന്ന് നന്നായിരുന്നു. ആള് അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റിൽ റൺ എടുക്കാനൊക്കെ നോക്കി. പക്ഷെ ഋതുരാജ് എപ്പോ ഔട്ട് ആകുമ്പോഴും ശ്രദ്ധിച്ചോ, ആ ഒരു ഏരിയയിൽ ഒരു ഒറ്റ ഫീൽഡർ ഉണ്ടാവുള്ളൂ, അണ്ണൻ കൈക്ക് ക്യാച്ച് കൊടുത്തിട്ട് പോകും. ഋതുരാജ് പോയി. നമുക്കറിയാം ആയുഷ് മാത്രമില്ല, സർഫറാസ് ഖാൻ. ഊർവിൽ പട്ടേലിനൊക്കെ ഒന്ന് ഇറക്കടേ. ആ ചെറുക്കൻ മറ്റേ ബോംബ് ഫാക്ടറിയാണ്, അങ്ങനെ വെടിക്കാൻ നിൽക്കുന്ന സാധനമാണ്. ആ ചെറുക്കനെ ഇറക്കാതെ സർഫറാസ് ഖാൻ വന്നു. സർഫറാസ് ഖാനൊക്കെ മറ്റേ സ്കൂപ്പ്, റിവേഴ്സ് സ്വീപ്പ്, അങ്ങനത്തെ ഒക്കെ ഷോട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ആളല്ലേ. ഇപ്പൊ 2 സ്വീപ്പ് അടിക്കാൻ നോക്കണു, ഔട്ടായി പോയി. പവർ പ്ലേയിൽ ഇറക്കി വിടാൻ പറ്റിയ മുതലാണ് വാഴച്ചാമി. ഹാർദിക് പാണ്ഡ്യന് മുംബൈത്തെ വാഴ വെച്ചാൽ ഇപ്പോഴും ഞങ്ങളുടെ ടീമിലുള്ള വാഴയാണ് ദൂബെ. എന്തിനാണ് ദൂബയുടെ ആവശ്യം? ക്യാച്ച് കൊടുത്താൽ പിടിക്കില്ല. എല്ലാ ബോളേഴ്സിനും അറിയാം ദൂബയുടെ വീക്ക്നെസ് എന്താണെന്ന്. അതിനൊന്ന് പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ഊറിൽ പട്ടേലിനെ ഇറക്ക്, വേറെ ആരെ ഇറക്ക്, ഒരു കുഴപ്പമില്ല. ശരിക്കും ഒരു വാഴ. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ദൂബെ എങ്ങനെയാണ് ഇപ്പോഴും ടീമിലുള്ളതെന്ന്. ആൻഡ് സഞ്ജുവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വെച്ചു, അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മുതലുണ്ട് ബോളിംഗിൽ. അക്കേൽ ഹുസൈൻ യജാതി മജീഷ്യൻ യജാതി ബോളിംഗ്. മറ്റേ ഈ സെലിബ്രേഷൻ ഉണ്ടല്ലോ ഇങ്ങനെ യജാതി സാധനം. രവീന്ദ്ര ജഡേജ പോയ സമയത്ത് നമുക്ക് വേറെ ക്വാളിറ്റി സ്പിന്നർ ഇല്ല, ക്വാളിറ്റി ഓൾറൗണ്ടർ ഇല്ല വിചാരിച്ചിരിക്കും. ഈ മുതലിനെയാണ് സൺറൈസേഴ്സിന്റെ ഒപ്പം ഇറക്കാതിരുന്നത്. എന്നിട്ടാണ് അലവലാതി ഷോട്ടിന് ഇറക്കിയത്. ഈ മറ്റേ CSK ഫ്രാഞ്ചൈസിന് വേണ്ടി കളിക്കാനല്ല, ടെക്സാസ് സൂപ്പർ കിങ്സിന്, ജോബർഗ് സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കണം. ഞാൻ കാണാറുണ്ട് അവരെ കളി. ദിസ് ഗായ് ക്യാൻ ബാറ്റ് റിയലി വെൽ. 50 ഒക്കെ അടിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട്. ആ ചെറുക്കനെയാണ് ഇത്രയും കാലം ആദ്യത്തെ ഫ്യൂ കളിയിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിട്ടില്ല, കഴിഞ്ഞ കളി ഇറക്കിയിട്ടുണ്ടായിട്ടില്ല. യജാതി ബോളി. ആ നമാന്തിർ ബൗൾഡ് ആയ ഒരു ബോൾ നോക്കാം. നമാന്തിർ വായ പൊളിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ പണ്ടാരം എന്റെ കുറ്റി തെറിച്ച് വേണ്ട കിട്ടു ബോളർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നൂർ അഹമ്മദ്. ഞാൻ പറയില്ല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിങ്ങിനെ ഞാൻ നമ്പുന്നില്ല, പക്ഷെ ബോളിങ് കിട്ടുവാണ്. ഋതുരാജിന്റെ ക്യാപ്റ്റൻസി നൈസാണ്. ഋതുരാജിന്റെ ബാറ്റിംഗിൽ നമ്മൾ എന്ത് വാഴയാണ് തേങ്ങയാണ് പറഞ്ഞാലും ഫീൽഡ് പ്ലേസ്മെന്റും ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യണതും ആളുടെ ആ ഒരു സ്ട്രാറ്റജി ദാറ്റ് ഈസ് ടു ഗുഡ് പറഞ്ഞ ഇന്നത്തെ കളി കണ്ടാൽ മതി. മുംബൈ ഇന്ത്യൻസ് അടിക്കുന്ന എല്ലാവരും ഫീൽഡറാണ്. ഞാൻ പറയില്ല മുംബൈ ഇന്ത്യൻസ് സൈഡ് ഇത്തവണ തനി വാഴത്തോട്ടമാണ്. രോഹിത് ശർമ്മ ഇല്ല, ധോണി ഇല്ല, അതുകൊണ്ട് എൽ ക്ലാസിക്കോന് ഒരു കിക്ക് ഉണ്ടാവില്ല പറഞ്ഞിട്ടാണ് ഈ കളി കണ്ടത്. 207 ഒന്നും ഒരു ടോട്ടലേ അല്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു വേൾഡ് കപ്പ് സെമി ഫൈനലിൽ നടന്ന മറ്റേ പിച്ചാണ്. ഓൾമോസ്റ്റ് 500 റൺസ് ഒറ്റ ദിവസം വന്ന പിച്ചില് 207 അത്ര വലിയ സ്കോർ ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. എന്നാ ബാറ്റിങ്ങിന് ഇവരിറങ്ങിയ സമയത്ത് മഴ പെയ്യണ പോലെയാണ് വിക്കറ്റ്. തുരുതുരാന്നാണ് വിക്കറ്റ് പോയത്. ദീകോക്ക്, നമാന്തിർ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ. ആൻഡ് ഒരു എൽ ക്ലാസിക്കോ പോലുള്ള കളിയിൽ ഇവരെ ഓൾ ഔട്ട് ആക്കുക പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. CSKയുടെ ബോളിംഗ് ക്വാളിറ്റീസ് ആണ് കേട്ടോ.
എല്ലാവരും എടുത്തു പറയണം. അക്കേൽ ഹുസൈൻ, നൂർ അഹമ്മദ്, മറ്റേ കംബോജ്, മറ്റേ ഗുർജപ്നീത്, ഓവർട്ടൺ കുറച്ച് അടി കിട്ടിയിരുന്നു, എന്നാലും കുഴപ്പമില്ല. കിട്ടു ബോളിങ്ങാ. സോ ഈ ഒരു ഇന്റന്റിൽ അവർ ബാക്കിയുള്ള കളി കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഏത് ടീമിന് വേണമെങ്കിൽ പൊട്ടിക്കാം. പക്ഷെ ബാറ്റിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആവണം. കാർത്തിക് ശർമ്മ 24 കോടി എന്തോ കൊടുത്തെടുത്ത മുതലെടുത്തിരിക്കുന്നത് 18 ബോളിൽ 18 റൺ. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ആ പൊസിഷനിൽ എന്തുകൊണ്ട് ഊർൽ പട്ടേൽ വരില്ല. സർഫറാസ് ഖാൻ കുറച്ചും കൂടി ഇപ്പൊ 1 ഡൗൺ ഇറങ്ങുന്നത് 2 ഡൗൺ ഇറങ്ങട്ടെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ മാറ്റി കൊടുക്ക്. ഊർൽ പട്ടേൽ ഡിസേർവ്സ് എ പ്ലേസ്. ഊർൽ പട്ടേൽ അല്ലാതെ പിന്നെ ആരെ ഇറക്കാണ്? മാത്യു ഷോട്ടിന് വരെ നിങ്ങൾ 2 കളി കളിക്കാൻ കൊടുത്തു. എന്തുകൊണ്ട് ഊർൽ പട്ടേലിന് കൊടുക്കുന്നില്ല? അതും കൂടി ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ CSK പെട്ട ടീമാണ്. ബ്രെവിസിന്റെ ഇന്റന്റ് ഇന്ന് നൈസായിരുന്നു, വരിക അടിക്കുക. പക്ഷെ കുറച്ച് ആക്രാന്തം കൂടിപ്പോയി, അണ്ണൻ കയറിപ്പോയി. സഞ്ജു സാംസൺ ഫ്രം ദ വെരി ഫസ്റ്റ് ബോൾ തൊട്ട് ലാസ്റ്റ് വരെ അണ്ണൻ നിന്ന് കളിച്ചു. ഹി ഡിസേർവ് എവറി അപ്രീസിയേഷൻ. സഞ്ജു സാംസൺ ഡിസേർവ് ചെയ്യുന്ന അതേ അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അക്കേൽ ഹുസൈൻ. പക്ഷെ മുംബൈ ഇന്ത്യൻസിന്റെ ഇത് പറഞ്ഞില്ലേ, മുംബൈ ഇന്ത്യൻസ് യൂഷ്വലി ടീം പിക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇതുവരെയുള്ള മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ആണ് അവർക്കറിയാം എല്ലാ സീസണിലും അത്രയും ടോപ്പ് ക്വാളിറ്റി ആ ഒരു ഫോമിൽ നിൽക്കുന്ന പ്ലെയർ ആയിരിക്കും എടുക്കുക. ഇപ്പൊ കോറി ആൻഡേഴ്സൺ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോറി ആൻഡേഴ്സൺ എന്താ ഫാസ്റ്റസ്റ്റ് 100 എന്തോ അടിച്ചു നിൽക്കുന്ന സമയം. റിച്ചാർഡ് ലെവി എടുത്തപ്പോ എന്താ ഫാസ്റ്റസ്റ്റ് 50യോ 100 എന്തോ അടിച്ചെടുക്കുന്ന സമയമാണ്. അങ്ങനെ ടോപ്പ് ഫോമിൽ നിൽക്കുന്ന എല്ലാവരും എടുക്കും. പൊള്ളാട് എനിക്ക് ആ സമയത്ത് മറ്റേ എന്താണ് കരീബിയൻ പ്രീമിയർ ലീഗിൽ തീ പോലെ നിൽക്കുന്ന സമയത്താണ് പൊള്ളാടിനെ തൂക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരെടുത്ത പ്ലേയേഴ്സിനെ ഗിബ്സ്, സൈമൺസ്, ഡ്വെയിൻ സ്മിത്ത് ചെന്നൈക്ക് കളിക്കുന്നതിന് മുമ്പ് മറ്റേ മുംബൈയുടെ ഫിനിഷർ ആയിരുന്നു. അങ്ങനെ അത്രയും ഫോമിലൊക്കെ ഉള്ള പ്ലേയേഴ്സിനെ എടുത്ത് മുംബൈ ഇന്ത്യൻസ് ഇപ്പൊ ടീം കൊണ്ടേ കാണിച്ചു വെച്ചിരിക്കുകയാണ്. ടിം ഡേവിഡ് ഉണ്ടായിരുന്നു ഇവരുടെ. പൊള്ളാട്, കൃണാൽ പാണ്ഡ്യ, ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ ഒരു കിടു ഫിനിഷിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്ന ടീമില് ഇപ്പൊ അങ്ങനത്തെ പ്ലേയേഴ്സേ ഇല്ല. ഓവർ കോൺഫിഡൻസ് കാരണം സകല എണ്ണത്തിന് പിടിച്ച് ഇവർ ഇറക്കി അല്ലെങ്കിൽ ലേലത്തിൽ വെച്ച് വിട്ടു. എന്താ ഉണ്ടായത്? ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒപ്പം പോയി കപ്പടിച്ചു. RCBയുടെ ഒപ്പം പോയി ടിം ഡേവിഡ് കപ്പടിച്ചു, കൃണാൽ പാണ്ഡ്യ കപ്പടിച്ചു. ആരാണ് കപ്പടിക്കാതിരിക്കുന്നത്? മുംബൈ ഇന്ത്യൻസ് മാത്രം. നഷ്ടം ഉണ്ടായിരിക്കുന്ന മുംബൈ ഇന്ത്യൻസിന് മാത്രമാണ്. മുംബൈ റിലീസ് ചെയ്ത പ്ലെയർ ആണ് ഡെവാൾ ബ്രെവിസ്. ബ്രെവിസ് ഇപ്പൊ CSKയുടെ ഒരു വൈറ്റൽ പ്ലെയർ ആണ്. ആർച്ചർ ഉണ്ടായിരുന്നു ഇവരിൽ, ആർച്ചറിനെ റിലീസ് ചെയ്തു. മാക്സ്വെൽ വാസ് എ പാർട്ട് ഓഫ് മുംബൈ ഇന്ത്യൻസ്, മാക്സ്വെലിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ക്വാളിറ്റി പ്ലേയേഴ്സിനെ ചൂസ് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നു മുംബൈ. ഇപ്പൊ തനി വാഴത്തോട്ടമായിട്ട് മാറിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ തിരിച്ചു കൊണ്ടുവന്ന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മാറ്റി. എന്നിട്ട് ടീമിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഹാർദിക് പാണ്ഡ്യയുടെ അഹങ്കാരവും ആറ്റിറ്റ്യൂഡും ബാക്കിയുള്ള തന്തയ്ക്ക് വിളി കോൺഫിഡൻസ് കൊടുക്കുമെന്നല്ല, ടീമിനെ നശിപ്പിക്കുക തന്നെയാണ്. ആൻഡ് ആകെ ഇവര് ലേലത്തിൽ വന്നിട്ടുണ്ടായിരുന്ന എത്ര പൈസയും കൊണ്ടാണ്, വളരെ തുച്ഛമായ ഒരു എമൗണ്ട് കൊണ്ടിട്ടാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ മെഗാ ഓപ്ഷൻ വരുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസ് വന്നിട്ട് ഈ സകലമായ ടീം റിലീസ് ചെയ്യും. മേ ബി ബുംറ വെക്കും. കാരണം ബുംറ ഇപ്പോഴും ക്വാളിറ്റി പ്ലെയർ ആണ്. ബുംറയുടെ കളി കണ്ടാൽ നമുക്കറിയാം. ബുംറ ഒരു നോ ബോൾ കൊടുത്തെന്ന് വെച്ചാൽ ആ ഫ്രീ ഹിറ്റ് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് ബുംറയ്ക്ക് അറിയാം. 18 അതേപോലെ തന്നെ അവസാനത്തെ ഡെത്ത് ഓവേഴ്സിൽ 2 ഓവർ സകലമായ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, തൊട്ടാൻ പോലും പറ്റില്ല. അതാണ് ബുംറ. ബിക്കോസ് ഹി നോസ് ദ ഗെയിം. ഇവിടെ പലർക്കും അതില്ല. എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യ മാറ്റിയിട്ട് നമ്മുടെ അണ്ണൻ രോഹിത് ശർമ്മയ്ക്ക് എന്നെ ക്യാപ്റ്റൻസി കൊടുത്തിട്ട് വെച്ചാൽ മേ ബി തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ, അല്ലെങ്കിൽ തിങ്സ് ആർ ഗോയിങ് ടു ബി ബെറ്റർ. ഇത് തനി വാഴത്തോട്ടം. ഞാൻ പറയുന്നത് വെച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേസ് ബെറ്റർ ക്രിക്കറ്റ് ദാൻ മുംബൈ. പക്ഷെ മുംബൈയെക്കാളും വീക്കായി ക്രിക്കറ്റ് കളിക്കുന്ന ടീമുണ്ട്, അതാണ് മറ്റേ ലക്നൗ സൂപ്പർ ജയൻസ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വെരി ഹാപ്പി ടുഡേ. സോ മുംബൈ മറ്റേ CSK ഈ ഒരു ഇന്റന്റിൽ കളിച്ചു വെച്ചാൽ പിടിച്ചാൽ കിട്ടില്ല. പഞ്ചാബ് കിങ്സ്, RCB, രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് CSK ആണ്. ചിലപ്പോൾ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി വരും കളികളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും.